മെമ്മറി കുറഞ്ഞ ഫോണുകളുള്ള എല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം. മെമ്മറി ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ കുറച്ചൊരു മെമ്മറി നമുക്ക് ഫ്രീ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു 2 ടിപ്പുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഗൂഗിൾ ക്രോമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 ടിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. നിങ്ങളുടെ മെമ്മറി കളയുന്നതിൽ പ്രധാന ഒരു ഘടകമാണ് നമ്മുടെ ഗൂഗിൾ ക്രോമിലെ ചില സെറ്റിങ്സ്, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ടാബ് ഓപ്പണായി വരും. അതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ആ സെറ്റിങ്സിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ഏറ്റവും മുകളിലായിട്ട് ഓൾ സൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നമ്മൾ കയറിയിട്ടുള്ള അല്ലെങ്കിൽ സേവ്ഡ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, അതെല്ലാം കാണിക്കും. അതിൽ എത്രത്തോളം MBs അത് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അതിൽ കാണിക്കുന്നുണ്ടാകും. നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ മുകളിലുണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടൈം റേഞ്ച് ഓൾ ടൈം ആക്കി കൊടുക്കുക. അതിനുശേഷം ഇനിയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നമ്മൾ ബ്രൗസിംഗ് ഹിസ്റ്ററി ഉണ്ട്, കുക്കീസ്, സൈറ്റ് ഡാറ്റ, ക്യാഷ്ഡ് ഇമേജ് ആൻഡ് ഫയൽസ് ഉണ്ട്, പിന്നെ സേവ്ഡ് പാസ്വേഡ് ഉണ്ട്, ഓട്ടോ ഫിൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൽ ആദ്യത്തെ 3 എണ്ണമാണ് ഞാൻ ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈറ്റ് സെറ്റിങ്സും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ടിക്ക് കൊടുക്കാം. പിന്നെ ഈ സേവ്ഡ് പാസ്വേഡ് ടിക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ വേണം തീരുമാനിക്കാൻ. കാരണം നിങ്ങളിതിൽ സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡുകൾ, അറിഞ്ഞുകൂടാത്ത പാസ്വേഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എഴുതിയെടുത്തതിന് ശേഷം മാത്രം ഈ ടിക്ക് കൊടുക്കാവൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഫുള്ള് പോവും. അതുകൊണ്ട് അത് ടിക്ക് കൊടുക്കാതിരുന്നാലും പ്രശ്നമില്ല, പക്ഷേ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കുറച്ചുകൂടി മെമ്മറി നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുക്കുക. എന്നിട്ട് ക്ലിയർ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് MBs ഓഫ് സ്ഥലം നമുക്ക് സ്റ്റോറായി നമുക്ക് തിരിച്ച് കിട്ടും. ഇതിന് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഓക്കെ, അത് നമ്മൾ വീണ്ടും ഒന്ന് ബാക്കിൽ പോവുക. വീണ്ടും 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം താഴോട്ട് പോയി സൈറ്റ് സെറ്റിങ്സ് തന്നെ എടുക്കുക. അതിനുശേഷം വീണ്ടും താഴോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഡാറ്റ സ്റ്റോറിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോ വെബ്സൈറ്റും എത്ര MB വീതമാണ് ഡാറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത് കാണിക്കും. അപ്പോൾ എനിക്കിതിൽ കുറച്ചേ ഉള്ളൂ. മണി വ്യൂ 6 MB, ഫേസ്ബുക്ക് 6 MB. ഞാൻ അതൊന്നും ഇതിൽ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതെല്ലാം മിക്കവാറും നിങ്ങൾ കൂടുതൽ ക്രോം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നല്ല MB അല്ലെങ്കിൽ നല്ല GB കണക്കിന് തന്നെ ഓരോ വെബ്സൈറ്റിലും ഡാറ്റ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡാറ്റ ഇങ്ങനെ നിങ്ങൾ കയറുന്ന എല്ലാ വെബ്സൈറ്റും ഡാറ്റ ഇങ്ങനെ കിടക്കും. ഇതിലേറ്റവും താഴെ ഡിലീറ്റ് ഓൾ ഡാറ്റ കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുറേ സ്പേസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചെറിയ മെമ്മറിയൊക്കെ ഉള്ള മൊബൈലാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി സ്പേസ് കിട്ടാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.